ഒന്ന് സപ്പോർട്ട് ചെയ്യരുത്. സമയം എടുത്തോ, അതിന് തുടങ്ങണം. സമയം എടുത്തോ. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ആകാംക്ഷരായിട്ട് എന്തോ കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ സൗണ്ട് നിങ്ങൾ ചെയ്തോ, ഞങ്ങൾ ചെയ്തോളാം. എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യം പേര് മാത്രം കേക്കാവാ? അവിടെ കേക്കാല്ലേ? മൈക്ക് ചേർത്ത് പിടിക്കണം. വേണ്ട. അപ്പോ എടുത്തു പറയേണ്ട ആദ്യത്തെ കാര്യം, എനിക്ക് ആക്സിഡന്റ് ഉണ്ടായത് പറഞ്ഞല്ലോ. ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് കാല് ചതവ് പറ്റി, മുട്ടുകാല് താഴേക്ക് നല്ലൊരു മുറിവായിരുന്നു. 2 മാസം ഫുള്ള് ബെഡ് റെസ്റ്റ്. അപ്പോൾ ഈ പറഞ്ഞ കൃഷി നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യും, വേറൊന്നുകൊണ്ടല്ല, കൃഷിക്ക് വേണ്ടി കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി നടക്കുന്നതുകൊണ്ട് ആവശ്യത്തിന് ക്രിട്ടിസൈസ് ചെയ്ത് നിൽക്കുന്ന സമയം. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നത്. അപ്പോൾ ഡോക്ടർ വരെ ഫസ്റ്റ് സ്റ്റേജൊക്കെ നോർമൽ, സെക്കൻഡ് സ്റ്റേജ് ചെയ്ത് പഴുപ്പായതോടുകൂടി ഡോക്ടർ നോക്കിയപ്പോൾ പെട്ടെന്നൊന്നും ക്യൂർ ആവുന്നൊരു ഇഞ്ചുറി അല്ല അത്. അപ്പോൾ അത്രയും ബസ് എടുത്തു കഴിഞ്ഞപ്പോൾ ബോൺസ് മാത്രമേ ഉള്ളൂ. ഇത് കാലിൽ നിന്ന് മാംസം എടുത്ത് വെച്ച് ഉണക്കേണ്ട സ്റ്റേജാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബസ് എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ചെയ്ത് ട്യൂബ് ഇട്ടിട്ട് സക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്താണ് ഒത്തിരി തിരക്കുകൾ നടക്കുന്നുണ്ട്. മിനിസ്റ്റർ രാജീവിൻ്റെ പ്രോജക്റ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ കോള് വരുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ഫുള്ള് ഹോസ്പിറ്റലിൽ നമ്മുടെ കൂടെ നിന്ന് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ട് ഒരു പ്രോഗ്രാം ഏറ്റെടുക്കാണ്ട് ഇതിൻ്റെ ഡ്രസ്സ് ചെയ്യണം, 3 നേരം ഡ്രസ്സ് ചെയ്യണം. അത് വേറൊരാളെ ഏൽപ്പിക്കാം. അപ്പം വേണ്ട, അവർ കൈവച്ച് ഇൻഫെക്ഷൻ ആവും, ഷുഗർ ഹൈ ലെവൽ കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞ് ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ബെഡ് റെസ്റ്റാണ്. 3 നേരവും പുള്ളി തന്നെ ഡ്രസ്സ് ചെയ്യും. ടൈം അനുസരിച്ച് ഓർഗാനിക് പുള്ളിയുടെ ഫ്രണ്ട്സിൻ്റെ വെജിറ്റബിൾസ് ഉണ്ട്, അവിടെ പോയി ക്യാരറ്റ് സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് പുള്ളി തന്നെ പ്രിപ്പയർ ചെയ്യും. വീട്ടിൽ വേറെ ജോലികളൊന്നും ചെയ്യാത്ത ആളാണെന്ന് ഓർക്കണം. പുള്ളി തന്നെ ഈ 3 നേരം ഈ സാലഡ്, മറ്റേ യോഗട്ട് കൊണ്ടുവന്ന് അത് വെച്ച് കറക്റ്റായിട്ട് ടൈമിൽ തരും. ഇൻസുലിൻ എടുക്കണം, ടാബ്ലറ്റ് തരണം. അപ്പോൾ ഇതിന് യാതൊരു മുടക്കവും വരുത്താതെ പ്രോഗ്രാമുകളെല്ലാം ഇങ്ങനെ ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് വിളിക്കുമ്പോൾ അവർക്കറിയാം എൻ്റെ സ്റ്റേജ്. അപ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് വരുവാണ് ബാക്കി എഴുതി മേടിക്കാനുള്ള കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട്. എന്നെ കാണാൻ വരുന്നവർക്കറിയാമല്ലോ സ്റ്റേജ്. അപ്പോൾ അന്നാണ് സത്യം പറഞ്ഞാൽ കാര്യം 20 വർഷത്തിൽ 18 വർഷം വേണ്ടി വന്നു. ഇത്രയും ആത്മാർത്ഥത എൻ്റെ കാര്യത്തിൽ ഉണ്ടല്ലോ എന്നുള്ള ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇത് വന്നത് 2 മാസം കഴിഞ്ഞ് ഡോക്ടർ ഇത് അഴിച്ചിട്ട് ഡോക്ടർ തന്നെ ദൈവത്തിനെ വിളിച്ചു പോയി. പുള്ളിക്കാരി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത് ഈ രീതിയിൽ ക്യൂറാവുന്നുള്ള കാര്യം. അപ്പോൾ അതെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കൃഷിയെ ഞാൻ അതുവരെ കുറ്റപ്പെടുത്തിയിരുന്ന കാര്യത്തിൽ എനിക്കൊരു തിരിച്ച് ചിന്തിക്കേണ്ടി വന്നത് ആ സമയത്താണ്. അപ്പം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ബാക്കി ഒന്ന് കെയറിങ്, ഒറ്റ സെന്റൻസിൽ പറഞ്ഞാൽ നല്ല കെയറിങ് ആണ്. ഞാൻ വെറുതെ ഒരു കെയറിങ് പറഞ്ഞാൽ നന്നായി. അപ്പം അതാണ് ഒരു അടിപൊളി. പിന്നെ പറയുവാണെങ്കിൽ ആ കുട്ടികളാണ് സത്യത്തിൽ എന്നെ ആ വീട്ടിൽ തുടക്കം തൊട്ട് നിലനിർത്തിക്കൊണ്ട് വന്നത്. എന്നുവെച്ചാൽ പുള്ളി അവർക്ക് വേണ്ടിയിട്ടാണ് എന്നെ അവിടേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അവരെ ആണ് എന്നെ അവിടെ പിടിച്ചു നിർത്തിയിരുന്നെങ്കിലും അതിന് പുള്ളി ഒരു വല്ലാത്തൊരു ത്രിശങ്കു സ്വർഗത്തിൽ എന്ന് പറഞ്ഞ അവസ്ഥയാണ്. പെട്ടെന്ന് വേറൊരാൾ ലൈഫിലേക്ക് വരിക, അതൊരിക്കലും ഞാൻ മറ്റേ ആൾക്ക് പകരം ആവില്ല. എനിക്കൊട്ടും അങ്ങനെ ആവാൻ പറ്റത്തുമില്ല. എന്നുവെച്ചാൽ അവരുടെ ലൈഫ് സ്റ്റൈല് വേറെ ആയിരുന്നു. പുള്ളി ഈ കൃഷി ജീവിതമൊന്നും ഇല്ലാണ്ട്
ഗൾഫ് കെൽട്രോമായിട്ട് ജീവിതം ആസ്വദിച്ച് നടന്നിരുന്ന ഒരു മനുഷ്യനാണ്. പുള്ളീനെ കൃഷിയിലേക്ക് കൊണ്ടുവന്നത് പുള്ളിയുടെ ഈ ലൈഫാണ്. ജീവിതത്തിൻ്റെ ഒരു ഭാഗം ഇല്ലാണ്ടായതാണ് കൃഷിയിലേക്ക് ഇത്ര ആത്മാർത്ഥമായിട്ട് ഇറങ്ങി തിരിച്ചത്. പിന്നെ കൂടെ വന്ന ഞാനും അതിന് പറ്റിയൊരു പാർട്ട്ണറായിട്ടല്ലോ. അപ്പോൾ ചിന്തകൾ ആ വഴിക്ക് പോയതാണ്. പിന്നെ അതിലേക്ക് അങ്ങ് ഇറങ്ങി. പിന്നെ അമ്മയ്ക്കൊക്കെ കൃഷിയോടുള്ളൊരു ഇൻട്രസ്റ്റ്, പുള്ളിയുടെ ടെക്നോളജി, പിന്നെ ബാക്കി സാഹചര്യങ്ങൾ ഒത്തു വന്നു. ആവശ്യക്കാർ പുള്ളിനെ കൊണ്ടുപോയി. അപ്പം പിന്നെ എൻഗേജ്ഡായി. അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ അത് ഒരു പക്ഷേ പുള്ളിക്ക് അതൊരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. പക്ഷേ അവരുടെ കാര്യത്തിലും ഈ പറഞ്ഞ 101% ആത്മാർത്ഥത കാണിച്ച് ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും ഉള്ളിൽ വളരെയധികം ആത്മാർത്ഥികാനുമുണ്ട് ഈ കൃഷിയിലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന. കാരണം ഏത് സ്ഥലത്ത് ചെന്നാലും പുള്ളിക്ക് ഒരു പ്രത്യേക പരിഗണന കിട്ടുന്നത് അത് കിട്ടുന്നുണ്ടല്ലോ. അത് അങ്ങേറ്റം മിനിസ്ട്രി ലെവലിൽ വരെ അറിയപ്പെടുന്ന ഒരാളാണ്. മന്ത്രിയുടെ ഓഫീസിൽ എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം. പക്ഷെ ഒരിക്കലും അതിൻ്റെ പേരിൽ യാതൊരു ആനുകൂല്യവും പുള്ളി പിടിച്ചു വയ്ക്കാറില്ല. ഇംഗ്ലീഷ് മകളുടെ കാര്യത്തിലോ മകൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തെങ്കിലും അത്യാവശ്യം ലാസ്റ്റ് സ്റ്റേജ് മാത്രമാണ് മിനിസ്റ്ററോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോടെങ്കിലും പറയാം, എന്നാലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ വളരെയധികം ബഹുമാനം തന്നെ തോന്നുന്നു. അപ്പോൾ അത്ര സെൽഫ് എസ്റ്റീമാണ് ഭർത്താവിനെ കുറിച്ച്, ആത്മാഭിമാനം ഭർത്താവിനെ കുറിച്ച്. പിന്നെ ഞാനത് വിട്ടു പറയാത്തതെന്ന് വെച്ചാൽ കൈവിട്ട് അങ്ങോട്ട് പറയാൻ പാടില്ല. വിട്ടു പറഞ്ഞു, സകലത് ഇവിടെ വിട്ടോ. ഇനി ഒന്നും വെക്കണ്ട മനസ്സിലൊക്കെ നല്ലതല്ല. ഒന്നും മനസ്സിൽ വെക്കണ്ട, ചേർത്ത് പിടിച്ച് അങ്ങോട്ട് മേലോട്ട് കയറി പോട്ടെ. ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ 23 മണിക്കൂറിന്റെ ഡെഡിക്കേഷൻ. ഇനി ഞാനത് ഇത് പറ്റുന്നില്ല. സെൽഫ് എസ്റ്റീം ഉള്ളിന്റെ ഉള്ളിലുള്ളത്. ഓക്കെ. ഇപ്പൊ ഇത്ര തിരക്കാണെങ്കിലും എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ വരുന്നത് ചിലപ്പോൾ രാത്രി 10 മണിക്കായിരിക്കും, 11 മണിക്കായിരിക്കും, ചിലപ്പോൾ 9 മണിക്കൊക്കെ എത്തും. എനിക്ക് ഈ ആക്സിഡൻറ്റ് ഇതല്ലാതെ പല ആക്സിഡൻറ്റുകളും ഉണ്ട്. ആക്സിഡൻറ്റ് മീൻസ് അതൊക്കെ ഞാൻ ഉണ്ടാക്കി വെക്കുന്ന ആക്സിഡൻറ്റ്. അപ്പോൾ വണ്ടി എനിക്ക് തരാറില്ല. ഞാനിപ്പോൾ വണ്ടി ഓടിക്കാൻ അറിയാത്ത ഒരാളാണ്. ഓടിച്ചിരുന്നതാണ്, പക്ഷേ പുള്ളിക്ക് പേടി എനിക്ക് വണ്ടി തരാം. എന്നുവെച്ചാൽ എനിക്കതിനുള്ള ഹെൽത്ത് ഇല്ല എന്നുള്ളതാണ് കൺസെപ്റ്റ്. അപ്പോൾ എത്ര വൈകിയാലും സാരില്ല, എവിടെയാണോ വരേണ്ടത് അവിടെ ഞാൻ വന്നോളാം. അത് തിരുവനന്തപുരത്തല്ല, കോഴിക്കോട് പോയിട്ട് വന്ന് വീട്ടിൽ കയറിയിട്ടാണെങ്കിലും ഞാൻ വന്ന് കൊണ്ടുവന്നോളാം. അപ്പോൾ നമ്മൾക്ക് വേണ്ടി ആ സമയം ഞാൻ മാറ്റി വെച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് വേണ്ടിയിട്ട് എത്ര പേരെ വിളിച്ചിട്ട് പുള്ളിക്ക് പറ്റിയില്ലെങ്കിലും എൻ്റെ അടുത്ത് എത്തിക്കും ആ സമയത്ത്. ആ വണ്ടി എടുത്ത് ഞാൻ പോയാൽ തീരാവുന്ന കേസുള്ളൂ. പക്ഷെ നമ്മളെ ആ സാഹചര്യത്തോട് കാണിക്കുന്നതാണ്. സ്വാഭാവികമായിട്ട് എല്ലാ വീട്ടിലും ഉണ്ടാകുന്നതാണ്. പക്ഷെ നമ്മളോട് കാണിക്കുന്ന ആ ഒരു കണ്ടത്. പക്ഷെ ഇതിലെല്ലാം ഒരു കൂടുതൽ ആത്മാർത്ഥതയും ഡെഡിക്കേഷനും ചില സമയത്തൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെ, എനിക്ക് 2 മണിക്കൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വരേണ്ടതാണ് രാത്രി. ഉറങ്ങണ ആൾക്കാരെ വിളിച്ച് എഴുന്നേറ്റിട്ടുണ്ട്. അതൊക്കെ ശരി. മതിയില്ലേ? പോരാ 3 ആയിരുന്നു. 4 നമ്പർ വെക്കണ്ട. ഇത് എന്നാലും വേറെ കാണും. ഇവിടെയാണ് 1-2 പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ തപ്പലില്ലേ? അങ്ങനത്തെ 5 പറയാനില്ലേ? അതാണ് അപ്പൊ അത് തന്നെ പറയേണ്ടത്. അത് കണ്ടെത്തി പറയുന്നതാണ് അതിന്റെ കംപ്ലീഷൻ ആവുന്നത്. അവിടെ സമയം ഒരു കുഴപ്പമില്ല. 2 മണിക്കൂർ 3 മണിക്കൂർ എടുത്ത് ഒരെണ്ണം നടത്തിയാൽ മതി. ഇവിടെ നമ്മളിപ്പോ എല്ലാവർക്കും ചാൻസ് ഒന്നും ഇല്ല. ഇവിടെ അങ്ങനെ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ആരാണ് ആദ്യം വരുന്നത് ചോദിച്ചത്. ആരാണ് ആദ്യം വരുന്നത് ചോദിച്ചതിന്റെ കാരണം അത് തന്നെയാ. എല്ലാവർക്കും ചാൻസ് കൊടുക്കാനൊന്നും ഈ ഗെയിമിലില്ല. സിനിമേ ബുള്ളറ്റ് ടെമ്പിൾ ചിന്തിച്ചോ? അവിടെ ഇരുന്നോ? അല്ലല്ല, അവിടെ ഇരുന്നോ? ബാക്കി 3 2 കൂടെ പറയാനുണ്ട്.